ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഡിസ്നി 7000 ജീവനക്കാരെ പിരിച്ചുവിടാനാണ് ഡിസ്നി പദ്ധതിയിടുന്നത്. നിലവിൽ ഡിസ്നിയിൽ 1,90,000-ഓളം ജീവനക്കാരാണ് ഉള്ളത്. ചെലവ് കുറയ്ക്കുന്നതിനും കമ്പനിയുടെ പ്രവർത്തന ഘടന പുനഃസംഘടിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു പിരിച്ചുവിടലെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ സിഇഒ റോബർട്ട് ഇഗർ ചുമതലയേറ്റ ഉടൻ തന്നെ ഡിസ്നി ചെലവ് ചുരുക്കലിനും പിരിച്ചുവിടലിനുമുള്ള പദ്ധതി ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് യുഎസിലും കാനഡയിലുമായി 2 ലക്ഷത്തിലേറെ വരിക്കാരെ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇതോടെ മൊത്തം വരിക്കാരുടെ എണ്ണം 46.6 ദശലക്ഷമായി മാറി. ഹോട്ട്സ്റ്റാർ ഒഴികെയുള്ള അന്താരാഷ്ട്ര തലത്തിലെ സ്ട്രീമിംഗ് സേവനത്തിൽ 1.2 ദശലക്ഷം അംഗങ്ങളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പിരിച്ചുവിടൽ ഏതൊക്കെ വകുപ്പുകളെ ബാധിക്കുമെന്ന് ഡിസ്നി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ജീവനക്കാരുടെ കഴിവിലും അർപ്പണബോധത്തിലുമുള്ള വിശ്വാസക്കുറവല്ല ഈ പിരിച്ചുവിടലിന് കാരണമെന്ന് കമ്പനി പറഞ്ഞു. കമ്പനിയിലുടനീളമുള്ള $5.5 ബില്യൺ ചെലവ് ലാഭിക്കലാണ് ലക്ഷ്യമെന്നും സ്ട്രീമിംഗ് ബിസിനസിന്റെ വളർച്ചയ്ക്കും ലാഭത്തിനുമാണ് കമ്പനി മുൻഗണന നൽകുന്നതെന്നും സിഇഒ റോബർട്ട് ഇഗർ പറഞ്ഞു. 2024 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഡിസ്നി പ്ലസ് ലാഭത്തിലെത്തിച്ചേരും. ഡിപ്പാർട്ട്മെന്റുകളുടെ പുനർനിർമ്മാണത്തിനോട് അനുബന്ധിച്ച് ഡിസ്നി എന്റർടൈൻമെന്റ്, ESPN ഡിവിഷൻ, പാർക്കുകൾ, എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഡക്ട്സ് യൂണിറ്റ് എന്നിങ്ങനെ 3 ഡിവിഷനുകളായി കമ്പനി പുനർസംഘടിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.